നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് പറയാനുള്ളത് വർമ്മ സാറിനോടാ. എന്നോടോ? എന്നോട് എന്താ സംസാരിക്കാൻ? നീ പറയുന്നൊന്നും കേൾക്കാനില്ല. ചേച്ചി പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വർമ്മ സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യ. തിരുമേനി, ഇന്ന് ഈ വീട്ടിൽ നടക്കുന്ന ചടങ്ങിന് വരരുത്. ഇങ്ങനൊരു ചടങ്ങ് നടത്തരുതെന്ന് വർമ്മ സാറിനൊന്ന് വിളിച്ച് പറയണം. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ വന്ന് തിരുമേനിയെ കാണാം. ഹലോ ഹലോ, ഞാൻ ഋതിക വർമ്മയാ. ഋതിക മാഡം, പറയൂ. ഇന്ന് എന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് നടക്കാൻ പാടില്ലെന്ന് തിരുമേനെ വിളിച്ച് പറഞ്ഞതേ എന്റെ ഭർത്താവ് രാജു അല്ല, എന്റെ അമ്മായിയുടെ മകൻ ദീപക്. ദീപകിനെ വിവാഹം ചെയ്യാതെ രാജുവിനെ ഞാൻ വിവാഹം ചെയ്തതിന്റെ ദേഷ്യം തീർക്കുക അവൻ എന്നോട്. തിരുമേനി വരണം. ഞാൻ വരാം. ശരി തിരുമേനി, വളരെ സന്തോഷം. നന്ദി. ചേച്ചി, രാജു, ഇതാ വാങ്ങിക്കോളൂ. ഞാൻ എത്ര പറഞ്ഞിട്ടും തിരുമേനി എന്താ ഇങ്ങനെ ചെയ്യുന്ന? വാങ്ങിച്ചോളൂ. രാജു വാങ്ങിക്കേ. എന്താ രാജു? ഋതികമ്മടുത്ത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ തിരുത്താനാവാത്തൊരു തെറ്റ് ഞാനിപ്പോ ചെയ്യേണ്ടി വരും. എന്താ രാജു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ രാജു, പറയേ.
എനിക്ക് പറയാനുള്ളത് വർമ്മ സാറിനോടാ. എന്നോടോ? എന്നോട് എന്താ സംസാരിക്കാൻ? നീ പറയുന്നൊന്നും കേൾക്കാനല്ല, ചേച്ചി പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വർമ്മ സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യ. വർമ്മ സാർ അത് കേൾക്കാനുള്ള വലിയ മനസ്സ് കാണിക്കണം. വർമ്മ സാറിന് വലിയ മനസ്സൊന്നും കാണിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ചേച്ചി, ഇവിടെ നടക്കാൻ ഉദ്ദേശിച്ച ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. ഞാൻ പുറത്തുണ്ടാവും. പ്രതാപ, അവൻ എന്താണെന്ന് വെച്ചാ അവൻ പറയട്ടെ. നീ അവനൊരു അവസരം കൊടുക്ക്. നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ആണെങ്കിലോ? എന്താണെന്ന് വെച്ചാൽ പറയൂ വേഗം. വർമ്മ സാറെ, പറയില്ലേ രാജു, പ്ലീസ് പ്ലീസ് രാജു. വർമ്മ സാറിനോട് ഞാൻ പറയാൻ വരുന്ന കാര്യം വർമ്മ സാറ് ക്ഷമയോടെ കേൾക്കണം. മുഹൂർത്തം കഴിയാറായി. എന്താണെന്ന് വെച്ചാ വേഗം പറയൂ രാജു. വർമ്മ സാറേ, രതിക മാഡത്തിന്റെ നീ ആദ്യം പോയി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ചെയ്യും, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പോലെ വർമ്മ സാറേ, പ്ലീസ്. നീ എന്താടാ എന്നെ പരിഹസിക്കണോ? കിട്ടുന്നുണ്ടെങ്കിൽ നീ പോയി ആദ്യം താലിയിട്ട് ഓ ഓ ചെല്ലാൻ. ഇനി നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറയും. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? ഇല്ല, ഇനി എനിക്കൊന്നും പറയാനില്ല. ഇവന്റെ തലയ്ക്ക് ഭ്രാന്തായെന്നാ തോന്നുന്നേ. ഇഡിയറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.